ഗംഗാധരൻ വൈജയന്തിയുടെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട്, അലീന അവിടെ നിന്ന് പോയി എന്നാണ് അറിഞ്ഞത്, കമല പറയണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അവളൊന്നും അങ്ങനെ പോവില്ല, അവൾക്ക് അവിടെ സുഖം കണ്ടുപോയി, പിന്നെ എങ്ങനെ അവിടെ നിന്ന് പോകാനാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേട്ടതും ശിവൻ വന്നിട്ട് പറയുന്നുണ്ട്, എന്ത് സുഖമാണ് അവൾ അവിടെ അനുഭവിച്ചത്, നിൻ്റെ കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ടും അവിടെയുള്ള ജോലികൾ ചെയ്തിട്ടും എന്ത് സുഖമാണ് കിട്ടിയത് എന്നൊക്കെ പറയുന്നുണ്ട്. ബാലചന്ദ്രന് അവളില്ലാതെ പറ്റില്ലല്ലോ, ഇപ്പോൾ കൊണ്ടുപോയിട്ട് ഏതെങ്കിലും ഹോട്ടലിൽ പോയിട്ട് റൂം എടുത്തിട്ട് 5-6 ദിവസം ഇരുന്നിട്ട് വരാനാണെങ്കിലോ അവൾ പോയി എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഞാൻ അങ്ങോട്ട് പോകുള്ളൂ, ബാലചന്ദ്രൻ മാത്രമേ ഇങ്ങോട്ട് തിരിച്ചു വരട്ടെ, എന്നിട്ട് ഞാൻ അങ്ങോട്ട് പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ പറയുന്നുണ്ട്. ഓരോ തോന്നിവാസങ്ങൾ വിളിച്ച് പറയണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഗംഗാധരൻ വൈജയന്തിയുടെ അടുത്ത് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഗംഗാധരനും ശിവനും കൂടെ പറയുന്നുണ്ട്, ഇപ്പോൾ പോയാൽ നിന്നെ അവിടെ തടയാൻ ആരുമില്ല, ബാലചന്ദ്രൻ വന്നിട്ട് നീ അങ്ങോട്ട് പോവുകയാണെങ്കിൽ ചിലപ്പോൾ ബാലചന്ദ്രൻ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറ്റില്ല, അപ്പോൾ ഇപ്പോൾ പോകുന്നതാണ് നല്ലൊരു അവസരം എന്നാണ് ഞങ്ങൾ പറയുന്നത്, അപ്പോൾ നീ ഇപ്പം തന്നെ ഇവിടുന്ന് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. എന്നാൽ ശരി, അങ്ങനെ അവളിങ്ങനെ വൈജയന്തി ഇങ്ങനെ ആലോചിച്ചിട്ട് എന്നാൽ ശരി ഞാൻ ഇന്ന് തന്നെ പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് ബാഗൊക്കെ പാക്ക് ചെയ്യുന്നുണ്ട്. പോയോ എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി ബബിയെ വിളിക്കുന്നുണ്ട്. ബബിയെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, അവൾ പോയോ, അവൾ ഇവിടെ സുഖം കണ്ടു പോയില്ലേ, പിന്നെ എങ്ങനെ പോകാനാണല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി പോയ എവിടെ നശിപ്പിക്കാനാണല്ലോ, ഇവിടുന്ന് ഇറങ്ങിപ്പോയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവളെക്കുറിച്ച് ഓരോ കുറ്റമൊക്കെ പറയുന്നുണ്ട്. അത് കേട്ടതും ബബിത പറയുന്നുണ്ട്, അമ്മയുടെ അടുത്ത് നിൽക്കുന്നതിനേക്കാൾ വേറെ എവിടെ പോയി നിന്നാലും അലീന ചേച്ചിക്ക് സ്വർഗ്ഗമായിരിക്കും, ഏറ്റവും വലിയ നരകം എന്ന് പറയുന്നത് അമ്മയുടെ അടുത്ത് നിൽക്കുന്നതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേട്ട് വൈജയന്തി പറയുന്നുണ്ട്, അവളുടെ എല്ലാ സാധനങ്ങളും എടുത്തിട്ടാണോ പോയത് അതോ എടുക്കാണ്ടാണോ പോയത്, ഇനി പോയ പോലെ തന്നെ തിരിച്ചു വരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ സാധനങ്ങളും എടുത്തിട്ടാണ് അലീന ചേച്ചി പോയത്, അമ്മയുടെ ശല്യം ഒഴിവായി കിട്ടിയില്ലേ, ഇനി അമ്മയ്ക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. നീ എന്നോട് നേരത്തെ ഇങ്ങനെയൊന്നും സംസാരിക്കാത്തതല്ലേ, എന്നിട്ട് ഇപ്പോൾ സംസാരിക്കുന്നത് കണ്ടോ, അതിനുള്ള കാരണം മുഴുവൻ അലീനയാണ്, അലീനയോട് കൂടിയതിന് ശേഷമാണ് നീ ഇങ്ങനെ ആയത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. തെറ്റ് കണ്ട ചോദിക്കുന്നതാണോ പ്രശ്നം, അതിനുള്ള ത്രാണി എനിക്ക് ഉണ്ടാക്കി തന്നത് അലീന ചേച്ചി തന്നെയാണ്, ഇതാ ഞാൻ അമ്മയെ വിളിക്കാത്തത്, എപ്പോൾ വിളിച്ചാലും കുറ്റവും കുറവും മാത്രമേ പറയാനുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ദേഷ്യപ്പെട്ടിട്ട് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞതും വൈജയന്തി ബാഗ് പാക്ക് ചെയ്യുമ്പോൾ കമല റൂമിലേക്ക് വരുന്നുണ്ട്. റൂമിലോട്ട് വന്നിട്ട് പറയുന്നുണ്ട്, ഇന്ന് തന്നെ പോകണോ, ഇത്രയും ദിവസം നീ ഇവിടെ ഇരുന്നിട്ട് ഇന്ന് തന്നെ പോകണ്ട, നാളെ പോയാൽ പോരെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വൈജയന്തി ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഞാൻ എപ്പോഴാണ് പോകുന്നതെന്ന് നോക്കി നിൽക്കുന്ന ആളാണ് കമലയെടുത്ത്, ഞാനിവിടെ വന്നതേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, എന്നിട്ട് എന്തിനാ വെറുതെ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടിയിട്ട് പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. കമല വൈജയന്തിയോട് പറയുന്നുണ്ട്, നിൻ്റെ ഭർത്താവും മക്കളും അലീനയെ ഇവിടെ അത്ര സന്തോഷത്തോടെയല്ല പറഞ്ഞു വിട്ടത്, അവൾ ചിരിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്ന വീട്ടിനുള്ളിൽ കയറ്റാനും അവർ മടിക്കില്ല, അത് നീ അനുവദിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് വൈജയന്തിയാണ്, അതൊരിക്കലും അനുവദിക്കില്ല, അവളെ ആട്ടിപ്പായിക്കേ ചെയ്യുള്ളൂ, പക്ഷേ ഇങ്ങോട്ട് കെട്ടിക്കൊണ്ട് വരാണ്ട് നോക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് കമലയുടെ അടുത്ത് പറയുന്നുണ്ട്. അതെനിക്കിട്ട് കൊള്ളിച്ചതാണല്ലോ വൈജി എന്നൊക്കെ കമല തിരിച്ച് ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇനിയൊരിക്കലും അലീന ഇവിടെ കയറാതെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് കമല പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനിടയ്ക്ക് വൈജയന്തി ചോദിക്കുന്നുണ്ട്, എനിക്കൊരു ചായ കിട്ടുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ദേഷ്യത്തോടെ അവൾ പറയുന്നുണ്ട്, കമല ഗ്യാസ് കഴിഞ്ഞെന്നാണ് തോന്നുന്നത്, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അത് കണ്ടിട്ട് വൈജയന്തിക്ക് ചിരിയും വരുന്നുണ്ട്. പിന്നെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് ഡ്രസ്സ് മാറ്റി കഴിഞ്ഞിട്ട് അങ്ങനെ അമ്മയുടെ അടുത്തേക്ക് പോയിട്ട് പറയുന്നുണ്ട്, ഞാൻ ഇവിടുന്ന് പോവുകയാണ്, അവൾ അവിടെ നിന്ന് കെട്ടിയെടുത്തു, അവിടെ നിന്ന് ഇനി ഞാൻ അങ്ങോട്ട് പോവുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അവൾ ചത്താലേ എനിക്ക് സമാധാനമാവുള്ളൂ എന്ന് പറയണം. അത് കേട്ടതും അമ്മ പറയേണ്ടത്, എൻ്റെ നാക്ക് പുഴുത്തു പോകത്തേ ഉള്ളൂ ഇങ്ങനെ പറഞ്ഞാൽ, അങ്ങനെ പറയണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. വൈജയന്തി പറയുന്നുണ്ട്, എൻ്റെ പഴയ കാലങ്ങളൊക്കെ പറഞ്ഞിട്ട് അവൾ എന്നെ ഒന്ന് പേടിപ്പെടുത്തിയിട്ടുണ്ട്, അത് ഇനി ബാലചന്ദ്രത്ത് പറയോ എന്നുള്ള പേടിയൊക്കെ എനിക്കുണ്ട്, അമ്മയാണോ അവളോട് ആ കാര്യം പറഞ്ഞത്, അല്ലെങ്കിൽ എൻ്റെ ആങ്ങളമാരായിരിക്കണം, അവർക്ക് മാത്രമല്ലേ ഇതൊക്കെ അറിയുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ ആ പേടി നിനക്ക് എപ്പോഴും വേണം, അതിനാണ് അവൾ, അപ്പം നിനക്ക് മനസ്സിലായില്ലേ അവൾക്ക് എല്ലാ കാര്യവും അറിയാമെന്ന്, എന്നിട്ടും നിന്നെ ഭീഷണിപ്പെടുത്താതെ അവൾ ഇത്രയും കാലം പിടിച്ചു നിന്നില്ലേ, ബാലചന്ദ്രൻ്റെ അടുത്തും പറഞ്ഞിട്ടില്ല, പറഞ്ഞതാണെങ്കിൽ പൊട്ടിത്തെറിച്ചിട്ടുണ്ടാവില്ലേ, അപ്പോൾ അവളെ തൊഴുതല്ലേ വേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അത് നിനക്ക് എപ്പോഴും ഓർമ്മ വേണം, അവൾക്ക് എല്ലാം അറിയാം എന്നുള്ള കാര്യം അതെന്നും മനസ്സിലുണ്ടാവണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.